കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം തടാകക്ഷേത്രം സവിശേഷതകളാൽ ഏറെ പ്രസിദ്ധമാണ്. കേരളത്തിലെ ഒരേയൊരു തടാകക്ഷേത്രമാണിത്. ഈ തടാകത്തിൻ്റെ മനോഹാരിത കൊണ്ടും അതിലുപരി ജനങ്ങൾക്ക് പ്രിയങ്കരനായ മുതലയുള്ള ക്ഷേത്രം എന്ന നിലയ്ക്കും പേരുകേട്ടതാണ് അനന്തപുരം തടാകക്ഷേത്രം. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്ന രീതിയിലും ഈ ക്ഷേത്രം പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട്. ഈ തടാകത്തിൻ്റെ മധ്യത്തിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരേയൊരു തടാകക്ഷേത്രം എന്ന നിലയ്ക്ക് പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തടാകത്തിലുള്ള ബാബിയ എന്ന മുതലയാണ്. മുതല എന്ന് പറഞ്ഞാൽ ഒന്ന് ഭയപ്പെടാത്തവരായി ആരും കാണില്ല. ഇരകളെ കണ്ടാൽ ചാടി വീഴുന്ന മുതലകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ മുതല പക്ക വെജിറ്റേറിയനാണ്. ശർക്കരയും അരിയും ക്ഷേത്രത്തിലെ പ്രസാദവുമല്ലാതെ ഈ മുതല മറ്റൊന്നും ഭക്ഷിക്കാറില്ല. ഇന്നുവരെ ആരെയും ഈ മുതല ഉപദ്രവിച്ചതായി അറിവില്ല. ക്ഷേത്രക്കുളത്തിലെ മീനുകളെ പോലും ഈ മുതല ഭക്ഷിക്കാറില്ലത്രേ. അത്ഭുതം തോന്നിയേക്കാമല്ലേ? ഈ ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാവർക്കും ബാബി എന്ന ഈ മുതലയെ ദർശിക്കാൻ പറ്റിയെന്ന് വരില്ല. എത്ര സൂക്ഷിച്ചു നോക്കിയാലും ബാബിയെ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. ബാബിയെ കാണാൻ സാധിച്ചുവെങ്കിൽ അതവരുടെ ഭാഗ്യവും പുണ്യവുമായി കണക്കാക്കുന്നവരാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ. ഇപ്പോൾ ഈ ക്ഷേത്രക്കുളത്തിലുള്ള മുതല വളരെ പ്രായം ചെന്ന മുതലയാണ്. ഇവിടെ ഇതിനു മുൻപുണ്ടായിരുന്ന ഒരു മുതലയെ ബ്രിട്ടീഷ് കാലത്ത് വെടിവെച്ച് കൊന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ആരും കൊണ്ടുവന്ന് വിട്ടതല്ല ഈ മുതലയെ. ഒരു മുതല പോയാൽ ഈ കുളത്തിൽ വീണ്ടും ഒരു മുതല എത്തുമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ക്ഷേത്രത്തിന് കാവലായിട്ടാണ് ഈ മുതല ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. അടുത്ത തവണ മറ്റു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.